നോക്കിക്കോ, ഇന്നവളെ വല്ലതും നടക്കും. ചോദിക്കാണ്ടോ, ജൂലി അങ്ങോട്ട് പോയ അവളെ കാര്യം പോക്ക. പിന്നെ ജാക്കിക്ക് അവളെ കണ്ടിട്ടിരിക്കാൻ കഴിയില്ലല്ലേ. എങ്ങനെ കണ്ടിരിക്കാനാ? പിന്നെ അപ്പൂപ്പൻ്റെ ആ മന്ത്രം തന്നെ വേണ്ടി വരും. ഐഷു, ഐഷു, ഇതുവരെ റെഡി ആയിട്ടില്ലേ? ഒലിപ്പോടെ എത്തിട്ടോ. ഓ ഉമ്മി, ഓരോട് പിന്നെ വരാൻ പറയും. ഇവിടെ ജാക്കിച്ച കഴിഞ്ഞാൽ ലില്ലി തുടങ്ങും. അപ്പോഴാണ് ഓരോ ഇരുത്ത്. ലില്ലി അല്ല, പല്ലി. ഞാൻ അപ്പം അങ്ങോട്ട് വന്നോണ്ടല്ലോ, ആ ടി വി കണ്ട തലി ഞാൻ തല്ലി പൊളിക്കും. ഞാൻ പോയി മാറ്റാൻ നോക്കടി. ഐഷു, അപ്പം എനിക്ക് ഇന്നും പെണ്ണാണല്ലോ. യാ എല്ലാം മോളെ, ഇതിപ്പോൾ എത്രാമത്തെ പെണ്ണാണല്ലോ ഈ മാസം തന്നെ. ഞാൻ എന്ത് ചെയ്യാനാ പാത്തു? ചായ കൊടുത്ത് ഞാൻ മടുത്തെങ്കിലും ചായ ഉണ്ടാക്കി ഉമ്മ മടുത്തിട്ടില്ലെന്നാണ് തോന്നണത്. ഓ എന്തായാലും ഇത് ഞാൻ മുടക്കും, അതുറപ്പല്ലേ. ഐഷു, പുറത്തൊരു കാറ് വന്നിട്ടുണ്ടോ? ഓലാന്നാ തോന്നണത്. എടി, എനിക്ക് ഈ കല്യാണം നടക്കണമെന്നുണ്ട്. പിന്നെ എന്തിനാ ഇതിന് മാത്രം ഒരുങ്ങണത്? പാത്തു, സൈക്കോളജി പഠിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പകർത്താനും കൂടി ശ്രമിക്കണം. എനിക്കറിയാഞ്ഞിട്ട മോളെ, ഞാനിങ്ങനെ കോലം കെട്ട കോലത്തോടെ പോയി നിന്നാൽ ഉമ്മിക്ക് ഡൗട്ട് അടിക്കും ഞാൻ ഈ കല്യാണം മുടക്കാൻ നോക്കാന്ന്. പക്ഷെ ഞാൻ നല്ല വൃത്തിക്കവിടെ പോയി നിന്നാൽ ഉമ്മിക്ക് ഡൗട്ട് അടിക്കില്ല. എങ്ങനെയുണ്ട് ബുദ്ധി? ഓ, വല്ലാത്തൊരു സാധനം തന്നെ. ആ, എന്തായാലും അത് പഠിച്ചിട്ട് എനിക്ക് എക്സാമിന് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഉപകാരപ്പെട്ടല്ലോ. പെട്ടു ഐശുവിൻ്റെ സൈക്കോളജി നീ കാണാൻ കിടക്കുന്നുള്ളൂ. വെയിറ്റ് ആൻഡ് വാച്ച്. പഠിച്ചോനെ, ഇവളത് എന്തിനുള്ള പുറപ്പാടാ? എന്നാ പിന്നെ മക്കൾക്ക് നീ സംസാരിക്കട്ടല്ലേ. ആ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. മോളെ ഐഷു ചെല്ലു. എന്താ പേര്? ഐഷ, ഐഷ പർവീൻ. ആ, എൻ്റെ പേര് സമീർ. ഞാൻ ഗൾഫിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഐഷ എന്താ ചെയ്യണത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ആ, ഏതായിരുന്നു കോഴ്സ് എടുത്ത്? ഞാൻ സൈക്കോളജി. പിന്നെ ഐഷക്ക് വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ലെന്ന് പറയായിരുന്നു. എന്നാൽ ശരി, ഞാൻ വിവരം അറിയിക്കാം. വേണമെന്നില്ലായിരുന്നു. എന്താണ്? അല്ല, ഒന്നുമില്ല, ശരിയെന്ന് പറയുന്നു. ഐഷു, എങ്ങനെയുണ്ട്? എനിക്കിഷ്ടമായോ? ഇല്ല ഉമ്മി, അത് നല്ല ഹൈറ്റ് ഉണ്ട്. അത്ര ഹൈറ്റുള്ള ആളെനിക്ക് വേണ്ട. പിന്നെ അതുപോലെ തന്നെ പഠിപ്പിക്കൂലെന്നും പറഞ്ഞ് പഠിപ്പിക്കാത്തവരൊക്കെ തീരെ വേണ്ട. എൻ്റെ ഐഷു, ഈ ഇങ്ങനെ വരുന്നവർക്കും പോണവർക്കും ഓരോ കുറ്റം കണ്ടുപിടിച്ചാലോ? ആമിന, ഓളെ വെറുതെ നിർബന്ധിക്കണ്ട. ഇങ്ങളാണ് ഓളങ്ങനെ പുന്നാച്ച് വഷളാക്കുന്നത്. ആമി, ഓരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത്. അപ്പം ഓരിഷ്ടമല്ലേ നോക്കേണ്ടത്. പിന്നെ ഓള് പറഞ്ഞാൽ ശരിയല്ലേ, പഠിപ്പിക്കാത്തവരെന്തിനാ നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നത്? നമ്മൾ ആദ്യം തീരുമാനിച്ചല്ലേ പഠിപ്പിക്കുന്നവരെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുള്ളൂ എന്നുള്ളത്. അത് മാത്രമല്ല ഉമ്മി, ഞാനങ്ങനെ എല്ലാവർക്കും കുറ്റമൊന്നും കണ്ടുപിടിക്കലില്ല. എനിക്കിഷ്ടപ്പെടുന്നവർക്ക് എന്നെ ഇഷ്ടപ്പെടില്ല. അതിപ്പോൾ എൻ്റെ കുറ്റമാണോ? ആ, അതും ശരിയാണ്. ആ സാരമില്ല, പോട്ടെ, നമുക്ക് അടുത്തത് നോക്കാം. എന്നാലും ഐഷു, ഇങ്ങനെ അത്ര കറക്റ്റായിട്ട് എനിക്ക് വരുന്ന ഓരോ കല്യാണത്തിനും മുടക്കുന്നത്. മോളെ പാത്തു, നമ്മളെന്താ പഠിക്കുന്നത്? ആ, അതന്നെ അപ്പം തന്നെ എൻ്റെ ഉമ്മീൻ ചോദിച്ചത്, ഇതൊക്കെ എന്താ പഠിക്കുന്നത്? അതല്ല, നമ്മൾ പഠിക്കുന്നത് എന്താ? സൈക്കോളജി. സൈക്കോളജിയിലുള്ളതാണ് ഒബ്സർവേഷൻ. നമ്മൾ ഓപ്പോസിറ്റുള്ള നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. എൻ്റെ സൈക്കോളജിയും എൻ്റെ ഒബ്സർവേഷൻ ടെക്നിക്കുമാണ് എന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നത്. അതായത് നമ്മൾ ഓപ്പോസിറ്റുള്ള ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏകദേശം നമുക്ക് അവരുടെ ബിഹേവിയർ മനസ്സിലാവും. അങ്ങനെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവും. അവർക്ക് നമ്മളെ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തിയിട്ട് ആ കല്യാണത്തിന് മുടക്കണം. ഇനി നേരെ തിരിച്ച് ഓർക്ക് നമ്മളെ ഇഷ്ടമായിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാരോട് പറയണം, നിങ്ങളിഷ്ടം പോലെ, നിങ്ങൾക്ക് സമ്മതമാണ്, എനിക്കും സമ്മതമാണ്, അതിലൊരു ഫ്ലാറ്റാണ്, എന്തായാലും നടക്കൂല, നമുക്ക് ഉറപ്പാണല്ലോ. ഇതിങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാലേ കുറച്ച് കഴിയുമ്പോൾ വീട്ടുകാർക്ക് തന്നെ മടുക്കും കല്യാണം നോക്കിയിട്ട്. അപ്പോൾ ഓരോ നോക്കൽ നിർത്തിക്കോളും. അതോടുകൂടി ഞാൻ ഫ്രീ ബേഡ് ആവും. എൻ്റെ ഐഷു, അല്ലാണ്ട് ബുദ്ധി വിമാനം തന്നെ. അല്ല, അപ്പം എനിക്ക് കല്യാണം കഴിക്കാൻ ഉദ്ദേശമേ ഇല്ല. എനിക്ക് കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല. എനിക്കറിയുന്നല്ലത്. എടി, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറയില്ല, എനിക്ക് പേടിയാണ്. നമ്മളെ ഫ്രീഡം ഒക്കെ പോകും. നമുക്ക് നമ്മളായിട്ട് ജീവിക്കാനേ പറ്റൂല. നീ കല്യാണം കഴിക്കണമെന്ന് ഇഷ്ടമില്ല. ആയിഷ പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് വിവാഹം കഴിക്കാൻ പേടിയായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നതാണ് ആയിഷ പറയാറുള്ളത്. അതിനുള്ള കാരണം അവൾക്ക് ചുറ്റും കണ്ട പല സ്ത്രീകളുടെയും ജീവിതം തന്നെയായിരുന്നു. എന്തിനധികം ദൂരം പോണ്, ആയിഷൻ്റെ ഉമ്മൻ്റെ കാര്യം തന്നെ അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് കോളേജിൽ സ്പോർട്സിലും ആർട്സിലും ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റും സെക്കൻഡുമായിട്ട് ഒരുപാട് മത്സരങ്ങളിൽ അവർ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞതോടുകൂടി വീടിലും അടുക്കളയിലും എന്തിനും മക്കൾക്കും വേണ്ടി അവരവരുടെ സ്വപ്നങ്ങളെ ത്യജിക്കേണ്ടി വന്നു. ഇത് ആയിഷൻ്റെ ഉമ്മൻ്റെ കാര്യം മാത്രമല്ല,
പല സ്ത്രീകളുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു എന്ന് ആയിഷ പറയാറുണ്ടായിരുന്നത്. വിവാഹത്തിന് മുന്നേ ഒരുപാട് സ്വപ്നങ്ങളുള്ള സ്ത്രീകൾ വിവാഹത്തിന് ശേഷം ആ സ്വപ്നങ്ങളിൽ നിന്ന് ചിറകുകളൊക്കെ അറക്ക മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരിക്കലും അവരുടെ സ്വപ്നങ്ങൾ നേടാൻ പറ്റിയിട്ടില്ല. അതിന് പല തടസ്സങ്ങളും കാണും. വീട്ടുജോലി, മക്കൾ, പലർക്കും വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. ആയിഷയ്ക്ക് ഒരിക്കലും അവളുടെ ലൈഫ് അങ്ങനെ കളയാൻ അവൾ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഐഷ, ഞാൻ പറഞ്ഞോട്ട് എനിക്ക് വിഷമമൊന്നും തോന്നരുതല്ലോ. താൻ നല്ല കുട്ടിയാണ്. എനിക്ക് തന്നോട് സംസാരിച്ചിട്ടും ഒക്കെ നല്ല വൈബൊക്കെ തന്നെ. പക്ഷേ എടോ, നമ്മൾ തമ്മിലുള്ള ഇഷ്ടങ്ങളെ അതങ്ങോട്ട് ചേരൂല. നമ്മുടെ ഇഷ്ടങ്ങൾ വേറാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് ജീവിച്ചാലും അത് സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഐഷയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. ഏയ് അതൊന്നും സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ജെനുവനായിട്ട് പറഞ്ഞല്ലോ, അതന്നെ വലിയ കാര്യം. എന്നാൽ ശരി, പോട്ടെ. ഒരു മാസത്തിനിപ്പുറം വീണ്ടും ഒരു പെണ്ണ് കാണൽ കഴിഞ്ഞ് ആ ബീച്ചിൽ നിന്ന് തിരിഞ്ഞ് നടക്കുമ്പോൾ ഐഷയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു തോന്നിയിരുന്നത്. മാന്യമായി തന്നോട് സംസാരിച്ചു, മാന്യമായി തന്നെ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറി ആ ചെറുപ്പക്കാരനോട് കാണുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ബഹുമാനമായിരുന്നു തോന്നിയിരുന്നത്. പക്ഷേ തിരിച്ച് വീട്ടുകാരടുത്തെത്തിയപ്പോൾ ആയിഷ അവളുടെ നാടകം തുടങ്ങി. ഐഷു, എന്തായി? എനിക്കിഷ്ടമായോ? അത് പിന്നെ ഉമ്മി, നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണ്. എന്താ അഭിനയം! ഐഷയ്ക്ക് ഉറപ്പായിരുന്നു അയാൾ എന്തായാലും കല്യാണത്തെ സമ്മതിക്കില്ല എന്നുള്ളത്. ആ ഉറപ്പിൻ്റെ പുറത്ത് തന്നെയാണ് അഭിനയിച്ച് തള്ളി മറിക്കുന്നത്. അവളുടെ ഉറപ്പ് പോലെ തന്നെ പിറ്റേ ദിവസം തന്നെ അവൻ്റെ വീട്ടിൽ നിന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് സമ്മതമല്ല എന്നുള്ളത്. ആമിന, നമ്മൾ ഇന്നലെ കാണാൻ പോയ ഓൻ്റെ അവിടെ നിന്ന് വിളിച്ചത് ഓർക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലാന്ന്. ഓൽക്കും ഇഷ്ടമായിട്ടില്ല പോലും. എന്തായാലും ബഷീർക്ക് അങ്ങനെ ഓക്ക് ആരെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞാൽ അതിപ്പോൾ നടക്കൂല. നേരെ തിരിച്ച് ആരെങ്കിലും ഓളെ ഇഷ്ടമായാലോ അത് ടോക്കും പറ്റൂല. ഇതെന്തൊക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ എത്ര ആയി നോക്കണ്? ആമിന, ഓക്കത് വിധിച്ചിട്ടുണ്ടാവൂല. അതായിരിക്കും ഇങ്ങനെ ടെൻഷൻ ആവാതെ. എന്തായാലും എൻ്റെ ഒരു ചങ്ങാഴ്ചയില്ലേനോ, എന്തിനോടെ പേര്? ലക്ഷ്മി. ഓളൊരു ബന്ധം പറഞ്ഞിട്ടില്ലേനോ? ഓലെപ്പം വരുന്ന പറഞ്ഞത്? അടുത്ത ആഴ്ച വരുന്ന പറഞ്ഞത്. ഓല് വരട്ടെ. അതെന്തായാലും മുടക്കണ്ട. ഓലും കൂടി വന്നിട്ട് അത് നടക്കണില്ല എന്ന് കണ്ടാലേ എൻ്റെ അഭിപ്രായത്തിൽ ഇനി പിന്നോക്ക് നോക്കണ്ട. ഓളാഗ്രഹം പോലെ തന്നെ PGക്ക് പോട്ടെ. എറണാകുളത്ത് പോകണമെന്നോട് പറഞ്ഞത്. അവിടെ പോയി പഠിക്കട്ടെ. 2 വർഷം ആ പഠിപ്പ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ നോക്കിയാൽ മതി. എന്തായാലും ഇത് വരണ്ടെന്ന് പറയണ്ട. ഇതും കൂടി നമുക്ക് നോക്കാം നടക്കൂല്ല എന്നുള്ളത്. ഇന്നാണ് ആയിഷൻ്റെ അവസാനത്തെ പെണ്ണ് കാണൽ. ഇത് ആയിഷൻ്റെ ക്രൂഷ്യൽ ടൈമാണ്, ടേണിംഗ് പോയിൻ്റ്. ഇന്നത്തെ പെണ്ണ് കാണലിൽ അയാൾക്ക് ആയിഷനെ ഇഷ്ടപ്പെട്ടാൽ അവളെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അതല്ലാന്നുണ്ടെങ്കിലോ 2 വർഷം ആയിഷ ഫ്രീ ആയിരിക്കും. ഐഷു, ഓൾ ദ ബെസ്റ്റ് ഡി. പാത്തു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടടി. ഇന്നത്തെ പെണ്ണ് കാണലിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്. മോനക്കെങ്ങനെ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർന്ന് ഒന്നും പറയണ്ട. അല്ലെങ്കിൽ പിന്നെ 2 വർഷത്തേക്ക് ഞാൻ ഫ്രീ ആവാൻ പോണത്. പിന്നെ നീ നോക്കിക്കാം, ഞാൻ എറണാകുളത്ത് പോയിട്ട് പഠിക്കും. അവിടെ തന്നെ ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിലാവും. എയ്യടാ, എറണാകുളം കോഴിക്കോട് ഒറ്റയ്ക്ക് പോകാത്തോളാണ് എറണാകുളത്തേക്ക് പോകുന്നത്. നീ കോഴിക്കോട് ഫുള്ളും കണ്ടിക്കണം. എറണാകുളം എറണാകുളം മതി കിടന്ന് തല്ലി മറിച്ചത്. നിൻ്റെ ഉമ്മ താഴത്ത് നിന്നെ വിളിക്കുന്നുണ്ട്. നിന്നെ വിളിച്ചുകൊണ്ടിട്ടാൻ വേണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. വാ, അവരിപ്പോൾ എത്തും. വരി വീട് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, എൻ്റെ ഫ്രണ്ടാണത്. ഇവൻ്റെ വീട് ഇവിടെ അടുത്താണ്. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ആണോ? നിങ്ങൾ ആരോ മോനാണ്? ഞാൻ ആ ജംഗ്ഷനിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന അക്ബറിൻ്റെ. മനസ്സിലായി. ഷെഫീഖ് അല്ലേ? ഈ ഗൾഫിലല്ലേനോ? ഞാൻ ഗൾഫിലായിരുന്നു. ഞാനിപ്പോൾ ലീവിന് വന്നതാണ്. അപ്പം നിങ്ങൾ രണ്ടാളും ഒരുമിച്ചാണോ വർക്ക് ചെയ്യുന്നത്? അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഓല് ഇവിടെ എത്തി. അപ്പോഴാണ് എൻ്റെ കൂടെ പഴം കുത്തിക്കുന്നത്. അവിടെ വെക്കായി ഓല് പോയിട്ട് എനിക്ക് തിന്നാ. ആമിന, മോളെ വിളിക്കി. അതാ അപ്പം വിളിക്കുന്ന. ആ പഴം വെക്കായിച്ചു. നല്ല ചായ അങ്ങോട്ട് ചെല്ലി.
അങ്ങനെ ചായ കൊടുക്കൽ പരിപാടി കഴിഞ്ഞു. പിന്നീട് പെണ്ണ് കാണൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണല്ലോ ഈ സംസാരിക്കാൻ വേണ്ടി ചെക്കനും പെണ്ണും റൂമിലേക്ക് പോകുന്നത്. ആ സ്റ്റേജിലാണ് ഇപ്പം ആയിഷ നിൽക്കുന്നത്. ഇത്രയും കാലത്തെ പെണ്ണ് കാണൽ എക്സ്പീരിയൻസിൽ നിന്ന് ആയിഷക്ക് മനസ്സിലായൊരു കാര്യം ഉണ്ടായിരുന്നു. ആദ്യം പേര് അവർ ചോദിക്കും, അതുവരെ നമ്മൾ മിണ്ടരുതെന്നായിരുന്നു. എന്നാൽ ഈ വന്ന വ്യക്തി പേര് ചോദിക്കുന്നു നോക്കി നിന്ന് ആയിഷ അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. കാരണം കുട്ടി മിണ്ടുന്നില്ലേ. ഒരു നിമിഷം ആയിഷ ചിന്തിച്ചു പോയി, അയാൾ പെണ്ണ് കാണാനാണ് വന്നത് അതല്ല സീലിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. കാരണം സീലിംഗിലേക്ക് നോക്കിയിട്ട് ചിന്താവിഷ്ടയെ ശാമളനായിട്ട് നിൽക്കുകയായിരുന്നു. ഇനിയും അയാൾ ചോദിക്കുന്നതും കാത്തു നിന്നാൽ തനിക്ക് തുരുമ്പ് പിടിക്കുന്ന ഉറപ്പായതോടുകൂടി ആയിഷ അങ്ങോട്ടേക്ക് ചോദിച്ചു, അതെ പേരെന്താ? ആഷിഖ് റഷീദ്. അവൻ പേര് പറഞ്ഞത് ആഷിഖ് റഷീദ് എന്നാണെങ്കിലും അവൻ്റെ നിൽപ്പും പേരും കൂടി കണ്ടപ്പോൾ ആയിഷക്ക് ഓർമ്മ വന്നത് നമ്മുടെ കട്ടപ്പന ഹൃതിക് റോഷനിലെ ഡയലോഗായിരുന്നു. രതീഷ്, എനിക്ക് രതീഷ്, കുറേ നേരമല്ലേ ചില്ലും കൂടി കിടന്നുറങ്ങുന്നു. ആ ഡയലോഗായിരുന്നു ആയിഷക്ക് ഓർമ്മ വന്നത്. എന്താ പേര്? ആയിഷ പറഞ്ഞു. പിന്നീടും നിശബ്ദത തന്നെയായിരുന്നു. ഒരുമാതിരി അവാർഡ് പടം മാതിരിയായിരുന്നു അവരുടെ പെണ്ണ് കാണൽ. ആയിഷ ഇതിനിടയ്ക്ക് ഒരുപാട് പെണ്ണ് കാണൽ കഴിഞ്ഞെങ്കിലും ഇതുപോലത്തെ ഒരു പെണ്ണ് കാണൽ ആയിഷൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. അതോടുകൂടി അവൾക്ക് ഒരു കാര്യം ഉറപ്പായി, എന്തായാലും വന്ന വ്യക്തിക്ക് അവളെ ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ആയിഷൻ്റെ അവസാനത്തെ പെണ്ണ് കാണലും വിരാമം കുറിച്ചിരിക്കുന്നു. എന്നാ ശരി, വിവരം അറിയിക്കാം. ഇതിൽ കൂടുതൽ എന്ത് വിവരം അറിയിക്കാനാ? അയാളെ നിപ്പും ഭാവം കണ്ടാൽ തന്നെ മനസ്സിലാക്കില്ലേ അയാൾക്ക് തന്നെ ഇഷ്ടമായിട്ടില്ല എന്ന്. അനക്കും തോന്നില്ല പാത്തു അത്? ഓക്ക് മാത്രമല്ല എനിക്കും അത് തോന്നിയിട്ടുണ്ടേനു. നിങ്ങൾക്കോ ബഷീർക്കാ? അയാളുടെ മൂക്കൊക്കെ കണ്ടിട്ട് ഇഷ്ടാവാത്ത മായ തന്നെയാണുള്ളത്. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനു. പിന്നെ എന്ത് ചെയ്യാനാ, അയാൾക്ക് എന്നെ ഇഷ്ടപ്പെടാഞ്ഞാൽ വീട്ടിയായിരിക്കും. ചിലപ്പോൾ എനിക്കത് വിധിച്ചിട്ടുണ്ടാവൂല. അയ്യോ, എന്താ ഉള്ളൊരു അഭിനയം. സാരല്ല, ഉമ്മൻ്റെ മോള് വിഷമിക്കാതെ. ഈ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇനിയിപ്പോൾ എറണാകുളത്തോ എവിടെ വെച്ചാൽ പോയി പഠിച്ചോ. അതന്നെ, ഇനി എൻ്റെ അടുത്ത് എന്തായാലും കല്യാണം എന്ന് പറഞ്ഞ് നമ്മൾ വരൂല. അനക്ക് പഠിപ്പ് കഴിഞ്ഞിട്ട് കല്യാണം എപ്പം വേണം നീ വന്ന് ഇങ്ങോട്ട് പറയണോ അപ്പം മാത്രം ഞാൻ കല്യാണം നോക്കൂ, പോരെ. ഇത്രയും കാലം അവൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇന്നും അവളുടെ ഉപ്പ പറഞ്ഞപ്പോൾ ഐഷക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ അവസാനത്തെ പെണ്ണ് കാണൽ മുടങ്ങിയ സന്തോഷത്തിൽ ഉച്ചക്കിരുന്ന് ചോറ് കുത്തിക്കരുന്നതിനിടക്കായിരുന്നു അവളെ ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞത്. ഐഷു അറിഞ്ഞോ? ഇന്ന് രാവിലെ കാണാൻ വന്നോരില്ലേ, ഓരോ വീട്ടിൽ വിളിച്ചത്, ഓൻക്കെന്നെ ഇഷ്ടമായി പോലും. കേട്ടത് വിശ്വസിക്കാനാവാതെ ഐഷ അങ്ങ് തരുത്ത് നിന്നുപോയി. തിന്ന ചോറ് അവളെ തൊണ്ട വരെ കുടുങ്ങിപ്പോയി. എന്താ പറഞ്ഞേ? അങ്ങനെ വരെ വഴിയില്ലല്ലോ. അപ്പം സൈക്കോളജി, എൻ്റെ ഒബ്സർവേഷൻ ടെക്നിക്ക് എല്ലാം കയ്യെന്ന് പോയാ. ഓൻ്റെ ഐഷു, എനിക്കിപ്പോഴാണ് സമാധാനമായത്. എനിക്ക് പിന്നെ ഓൻ ഇഷ്ടമായി നീ നേരത്തെ പറഞ്ഞതേനല്ലോ. എന്നാലും എൻ്റെ ഐഷു എന്തൊക്കെയേനു സൈക്കോളജി, ഒബ്സർവേഷൻ ടെക്നിക്ക്, മലപ്പുറം കത്തി, ഇപ്പം എന്തായി? പവനായി ശവമായി നിൽക്കുന്നത് കണ്ടോ? അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഐഷു, ഈ കിസ്മത്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അനക്ക് ഇത്രയും കാലം വന്നോന്നുണ്ടല്ലോ, അനക്ക് വിധിച്ചതല്ലേലും ഇവനാണ് അനക്ക് വിധിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ടെക്നിക്കോടെ ഭരിക്കുന്നത്. അങ്ങനെ വരാനുള്ളത് വഴി തങ്ങൂലെന്ന് പറഞ്ഞ മാതിരി ഐഷൻ്റെ സൈക്കോളജിയും ഒബ്സർവേഷൻ ടെക്നിക്കും എല്ലാം കാറ്റിപ്പറത്തും കൊണ്ട് അവരുടെ ഇരുവരുടെയും എൻഗേജ്മെൻറ്റും കഴിഞ്ഞു. ഇപ്പം ആയിഷയും ആഷിഖും ഇടയ്ക്കൊക്കെ ഫോണിലൂടെ സംസാരിക്കാറുണ്ട്. ഹലോ, എന്താക്കാണ്? തിരക്കിലായിരുന്നു? ഏയ് തിരക്കിലൊന്നല്ല, ഞാൻ ബുക്ക് വായിക്കായിരുന്നു. ആണോ? പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? പിന്നെ എനിക്ക് ബുക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ആയിഷ ബുക്കൊക്കെ വായിക്കാറുണ്ടോ? അയ്യോ പെട്ട്. ഞാനും വായിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് ബുക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ഏത് ബുക്കാണ് ആഷിക്ക വായിക്കുന്നത്? ഞാൻ ആടുജീവിതം വായിച്ചിട്ടുണ്ടോ ആയിഷ ബുക്ക്? ആടുജീവിതം വായിച്ചിട്ടുണ്ട്. മറ്റേ ബെനിയാമിൻ്റെതല്ലേ, നജീബിൻ്റെ, ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല ബുക്കാണത്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണത്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അതെ അതെ, ഞാൻ ആ പുസ്തകം ഒരു തവണ വായിച്ച് കഴിഞ്ഞതാണ്. പിന്നെ വീണ്ടും ഇപ്പം അധികം ലീവിന് വന്നല്ലേ, സോ ഒന്നും കൂടി വായിക്കാമെന്ന് വിചാരിച്ചു. വേറെ 1-2 ബുക്കുകളുണ്ട് ഇപ്പോൾ വായിക്കാൻ. അയ്യോ, പുസ്തകം പുഴുവായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷയും പോയി. അങ്ങനെ അവരുടെ ഈ ഒരു ഫോൺ കോൾ ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്ക് കൊണ്ടുപോയി. ഈ ഒരു ഫോൺ കോൾ എന്നല്ല, പിന്നീട് അവർ എപ്പോഴൊക്കെ ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്ക് ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
ആയിഷ ഇന്നേ വരെ ആ പുസ്തകം ഫുള്ളും വായിച്ചിട്ടില്ല. അവൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മലയാള സെക്കൻഡിൽ വെറും 4 പേജിൽ ഒതുങ്ങുന്ന ആടുജീവിതം എന്ന ബുക്കിൽ ഒരു സമ്മറി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ആയിഷയെ തള്ളി മറച്ചുകൊണ്ട് നിൽക്കുന്നത്. അവൻ്റെ പാത്തു പറയാത്തടി നല്ലത്. അയാൾ എപ്പം വിളിക്കുമ്പോൾ ഒരു ആടുജീവിതത്തെ കുറിച്ച് പറയാണ്ടാവുള്ളൂ. ഇയാൾക്ക് ആരും ആടുജീവിതത്തെ കൈവശം കൊടുത്തെന്ന് തോന്നുന്നത്. എന്നിട്ടായിരിക്കും അയാൾ ഗൾഫിൽ ജോലി ഉണ്ടാവുക. എനിക്കറിയില്ല. ഞാനാണെങ്കിൽ ആ 4 പേജ് വെച്ചിട്ട് സംസാരിക്കുന്നത്. അതിലൊരു പരിധിയില്ലടി. ഇനിയും അയാൾ അതിനെപ്പറ്റി സംസാരിച്ചാലേ ഞാൻ എന്ത് പറയും? ഒരു കാര്യം ചെയ്താൽ ഞാൻ പുസ്തകം വാങ്ങിയിട്ട് വായിച്ചാലോ? എൻ്റെ ഐശു, നിനക്ക് വല്ല പ്രാന്തും ഉണ്ടോ? ഇനി അയാൾ അതിനോട് ചോദിക്കുമ്പോൾ നീ ഒന്ന് വിഷയം മാറ്റി വിട്ടാൽ മതി. എടാ നിന്നെ പിന്നെ അങ്ങോട്ട് കണ്ടതില്ലല്ലോ, ഫുള്ള് ബിസി ആയിരുന്നോ? കല്യാണം ഉറപ്പിച്ചപ്പം തന്നെ നീ ഇങ്ങനെ, അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എടാ അത് ഞാനൊരു ബുക്ക് വായിക്കുന്ന തിരക്കിനകത്താണ്. ബുക്കോ? നീയോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ആ ഒരു വഴി വന്ന് അത് പെരുവഴിയായിന്ന് മാത്രം. എടാ അതെന്താണെന്നറിയോ, 2 ദിവസം മുന്നേ ഐഷ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച സമയത്ത് ഓളിനോട് വിളിച്ച് എന്താക്കുകയെന്ന്. അപ്പോൾ ഞാനവിടെ വാഴ പറ്റിയിട്ട് അവർ വെറുതെ കിടക്കിയിരുന്നു. അതെങ്ങനെയാ വെറുതെ കിടക്കുക എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് എന്ത് പറയുന്ന ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു എൻ്റെ കട്ടിൻ്റെ അടുത്തുള്ള ഷെൽഫിൽ ആ ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്ക് പൊടി പിടിച്ച് കിടക്കണതുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ തട്ടിവിട്ട് ഞാൻ ബുക്ക് വായിക്കുകയാണ്. എനിക്ക് ബുക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഞാനറിഞ്ഞ ഓൾ ആ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുടങ്ങിയില്ലേ, അത് ബെന്യാമല്ലേ എഴുതിയത്, അത് നജീബിൻ്റെ കഥയല്ലേ അത് ഇതെന്ന്. എനിക്കറിയാൻ കൂടി അത് ആരോ കഥ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാൻ, അവസാനം ഞാൻ ആ പുസ്തകം ഇരുന്ന് വായിച്ച് തീർത്തതാണ്. 2 ദിവസത്തോളം ഞാൻ വിളിച്ചിട്ട് തന്നെ ഇല്ല. അഥവാ വിളിക്കുമ്പോൾ അത് കഥ ചോദിച്ചാലോ, അതുകൊണ്ട് കഷ്ടപ്പെട്ട് വായിച്ച് തീർത്തതാണ്. അതിന് ഇത്ര ബിസി. ആ അത് പറയും, അതാ ഞാനും നോക്കുന്നത്. അല്ലാതെ പഠിക്കുന്ന കാലത്ത് ടെക്സ്റ്റ് ബുക്ക് പോലും കൈകൊണ്ട് തൊടാത്തവനാണ് ഇപ്പം ഇരുന്ന് ബുക്ക് വായിക്കുന്നത്. അത് പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം. നീ വല്ലാതെ സമ്മർദ്ദം കൊടുക്കല്ലേ. എടാ ഒരു മിനിറ്റ്, ഐഷ വിളിക്കണ്ടേ. ഹലോ. ഹലോ ആഷിക്ക, തിരക്കിലാണോ? ഏയ് തിരക്കിലൊന്നല്ല, ഞാനിവിടെ വെറുതെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നതായിരുന്നു. ആണോ? ബുക്കൊക്കെ വായിച്ചോ? ഓ അതൊക്കെ വായിച്ച് എപ്പോഴോ കഴിഞ്ഞു. എനിക്ക് പുസ്തകമൊക്കെ വായിക്കാൻ അധികം സമയമൊന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് വായിച്ച് തീർക്കും. പിന്നെ പെട്ടെന്ന് വായിച്ച് തീർക്കും. 2 ദിവസം ഊണും ഉറക്കും ഇല്ലാണ്ട് വായിച്ച് തീർത്താൽ നമ്മൾ അറിയില്ലല്ലോ. ആണല്ലേ. ഞാൻ പിന്നെ എഴുതലാണ്. ഞാൻ നന്നായിട്ട് എഴുതും. എഴുതും. അലുവാന്ന് പറഞ്ഞാൽ ഉലുവാന്ന് എഴുതണോടാ. ഉണ്ടാവും നിൽക്കടി. അയ്യോ, ഓരോട് ചോദിക്കി, നേരിട്ട് കാണാൻ പറ്റും ചോദിക്കി. അല്ല അത് വേണോ? പിന്നെ എന്തിനാ വിളിച്ചത്? ചോദിക്കാനല്ലേ വിളിച്ചത്. എന്നാലും വേണോ? ചോദിക്കി. അശി ഓ ഇവനത് എന്താടാ? എടാ നീ ഓളോടെ നേരിട്ട് കാണാൻ പറ്റുമോ ചോദിക്ക്. അതെന്തിനാ? എടാ ചോദിക്കാറാ, നീ ഓളെ അന്ന് കണ്ടല്ലേ, പിന്നെ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് ചോദിച്ചു നോക്ക്. ഓളെന്തെങ്കിലും വിചാരിക്കോ? ഒന്നും വിചാരിക്കോ, നീ ചോദിക്ക്. ഹലോ ഐഷ, അതെ നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഞാനത് അങ്ങോട്ടേക്ക് ചോദിക്കാൻ വരും നശിക്ക. ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ടൗണിൽ വരുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റുമോ ചോദിക്കാൻ വരുന്നുണ്ട്. ആണോ? ഒറ്റക്കാണോ വരുന്നത്? ഏയ് അല്ല, എൻ്റെ ഫ്രണ്ടില്ലേ പാത്തു, ഞാൻ പറയാറില്ലേ, ഓളെ കൂടെ വരുന്നത്. പാത്തു, പറയാറുണ്ട്. എന്നാ ശരി, മറ്റന്നാൾ കാണാം. പാത്തു അതാരാടാ? അതോളൊരു ഫ്രണ്ടാ, ഫാത്തിമ എന്നാണ് പേര്. ഓളെ വിളിക്കുന്ന സമയത്ത് ഒക്കെ പറയാൻ ഇതേ ഉണ്ടാവുള്ളൂ. ഓളെ പാത്തു, ഉമ്മ, ഇപ്പ, മാമന്, കുടുംബക്കാർ, പിന്നെ ഫ്രണ്ട്സുകൾ, ഇവരൊക്കെ കഥ പറയാനുണ്ടാവുക. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ അന്ന് അവിടെ വന്ന വല്ല പൂച്ചൻ്റെയോ നായിൻ്റെയോ അല്ലെങ്കിൽ വല്ല കുരുവിൻ്റെയും കഥ പറയും. വേറെ ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അനക്ക് പിന്നെ എന്ത് കഥ വേണ്ടിയത്? എടി ഐഷു, എൻ്റെ അശിക്ക കപ്പെത്തുന്ന പറഞ്ഞത്. അശിക്ക വരുമെന്ന് പറഞ്ഞ ടൈമൊക്കെ ആയി. പക്ഷെ പാത്തു ഒരു ചെറിയ പ്രശ്നം ഉണ്ടടി. എനിക്ക് ഓല മുഖം ഓർമ്മയില്ല. എന്ത്? എനിക്ക് ഓല മുഖം ഓർമ്മയില്ലാന്ന്. ഐഷു എടി, കല്യാണം കഴിച്ച പോണാണല്ലോ, എന്നിട്ട് എനിക്കൊരു മുഖം ഓർമ്മയില്ല. ഇല്ലടി, ഞാനൊരു അന്ന് കണ്ടതല്ലേ, പിന്നെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് അതിനെ മുഖം ഓർമ്മ ഉണ്ടാവാനാ? അപ്പം എൻ്റെ അടുത്ത് ഓരോ ഫോട്ടോ പോലും ഇല്ലേ? ഇല്ല, ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. എടി അറ്റ്ലീസ്റ്റ് ഓരോ വാട്സപ്പിൽ DP നോക്ക്. അത് ഞാൻ നോക്കി, അതൊരു ചെറുപ്പത്തിലെ ഫോട്ടോ ആണ്. ഓ, ഈ പൊട്ടത്തിൻ്റെ കൂടെയുള്ള ഞാൻ ഇറങ്ങി വെച്ചത്. എടി വിവരദോഷി, അങ്ങനെ നമുക്ക് ആളെ മനസ്സിലാവുക. അതപ്പം ഞാനും ആലോചിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, എന്തായാലും അനക്കല്ലേ ഒരു ഫേസ് ഓർമ്മയില്ലാത്തുള്ളൂ, ഓർക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരെൻ്റെ അടുത്ത് സംസാരിക്കല്ലോ, അപ്പം നമുക്ക് ആളെ മനസ്സിലാക്കാം. എന്തായാലും ഉണ്ടല്ലോ, ഇന്ന് നിങ്ങൾ കുറച്ചും കൂടി സംസാരിച്ചൊന്നും കൂടി എടുക്കല്ലോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഒക്കെ ചോദിക്കാൻ കേട്ടോ. ഇനി അതൊരു അവസ്ഥ വരാൻ പാടില്ലല്ലോ. എടാ ഷെഫി, ഇതിൽ കുറെണ്ണം ഉണ്ടല്ലോ, ഇതിലിപ്പോൾ ഏതാ ഞാൻ കെട്ടാൻ പോണത്? ഈ കെട്ടാൻ പോണതാ എനിക്കറിഞ്ഞൂടെ? എടാ നോക്കടാ, ഓളോടെ ഉണ്ടാവും. നോക്കിയിട്ട് കാര്യമില്ല, എനിക്കവളെ ഫേസ് ഓർമ്മയില്ല. ഞാനവളെ അന്ന് കണ്ടല്ലേ, പിന്നെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആ ഫേസ് ഓർമ്മയില്ല. എടാ വിവരദോഷി, അപ്പോൾ അതിനൊരു ഫോട്ടോ ഇല്ലേ?
ഇല്ല, ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. ഓള് ഞാൻ അത്രക്കാരനാന്ന് വിചാരിച്ചാലോ, അതുകൊണ്ട് ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. ഓ പൊടച്ചോനെ, ഇങ്ങനെ തല തിരിഞ്ഞാലും കൂടാണോ ഞാൻ ഇറങ്ങി തിരിച്ചത്. എടാ പൊട്ടാ, ഫോൺ എടുത്തോളം വിളിക്കി, അപ്പോൾ മനസ്സിലാവല്ലോ. ആ അത് ശരിയാണല്ലോ, ഈ ബുദ്ധി എനിക്ക് എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല. അതിന് തോന്നാൻ എനിക്ക് ആ ബുദ്ധി എന്ന സാധനം ഉണ്ടാവണ്ടേ. നേരെ കളതെടുത്ത് വിളിക്കാലോ അവിടെ. എടാ ഐശി, അതാ ആ പിങ്ക് ഷോള് ആ കള കണ്ട്. ഐഷ വന്നിട്ട് കുറേ നേരമായോ? ഐഷ വന്നിട്ട് കുറച്ച് നേരമായി. നിങ്ങൾ എന്താ ലേറ്റ് ആയത്? അതെന്നെ കണ്ടുപിടിക്കണ്ടേ. എന്താണ്? അല്ല, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല, അതാണ്. അല്ല, അതാവുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ. എന്നാൽ പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റി വേറെ അങ്ങോട്ടേ പോയാലോ? എന്നാൽ പിന്നെ നമുക്ക് ബീച്ചിൽ പോവാം. നമ്മളേതായാലും വണ്ടി മേലെ വന്നത്, ഞങ്ങളങ്ങോട്ട് എത്തിക്കോളാം. നിങ്ങളങ്ങോട്ട് എത്തിയാൽ മതി. ഹലോ. ഹായ്. എന്താ പേര്? ഫാത്തിമ. ആ ഫാത്തിമ. എൻ്റെ പേര് ഷെഫീഖ്. ഫാത്തിമക്ക് ഐഷൻ്റെ പ്രായമല്ലേ? അപ്പോൾ ഫാത്തിമൻ്റെ വീട്ടിലും കല്യാണമൊക്കെ നോക്കുന്നുണ്ടാവില്ലേ? നോക്കണുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാത്തിമാന്ന് പേരുള്ളൊരു മരുമോളെ അമ്മക്ക് വേണമെന്ന്. എൻ്റെ അപ്പ പറഞ്ഞിരിക്കണം ഇപ്പോൾ ഷെഫീഖ് എന്നുള്ള പേരെന്നെ കണ്ടുകൂടാണ്. വാവ്, അടിപൊളി. അപ്പോൾ അത് കിട്ടി. ഒന്നാലുണ്ട് അശിക്ക, നിങ്ങളെ പറഞ്ഞതൊക്കെ തള്ളേനല്ലേ? എനിക്കത് കേട്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടേനു. പിന്നെ കുഴപ്പമില്ല, ഈ അതിലൊട്ടും പിറകിലല്ലേനല്ലോ. അപ്പം മനസ്സിലായിട്ടുണ്ടേനു. പിന്നെ മനസ്സിലാവാത്? അത് പിന്നെ നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെ സംസാരിക്കണം, എന്ത് പറഞ്ഞാൽ ഇഷ്ടാവുക ഒന്നും അറിയില്ല. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും പറഞ്ഞുതരാം, അങ്ങനെ പറയണം ഇങ്ങനെ പറയണം, അങ്ങനത്തെ ഓരോ ഇൻസ്ട്രക്ഷനും ഉണ്ടോ. അതുകൊണ്ടാണ് എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട്. അതൊന്നും കുഴപ്പമില്ലല്ലോ. ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും. പിന്നെ അതൊക്കെ നല്ലതാ, പിന്നീട് പറഞ്ഞ് ചിരിക്കാനൊരു കാരണമായല്ലോ. ഞാൻ പോട്ടെ അശിക്ക, വന്നിട്ട് കുറേ നേരമായില്ലേ? എന്നാ ശരി, കാണാൻ. പിന്നെ ഐഷ, ഈ ആർക്കും വേണ്ടി മാറണ്ട. ഈ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇഷ്ടപ്പെടാൻ പറ്റൂ. അഷിയ പറഞ്ഞതുപോലെ തന്നെ അവൾ എങ്ങനെയാണോ അങ്ങനെ അവളെ സ്നേഹിക്കാൻ അവന് പറ്റിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഐഷക്കും. അവർ ഇരുവരും പരസ്പരം മാറ്റാനോ ഒന്നിനു വേണ്ടി മാറാനോ ശ്രമിച്ചിട്ടുമില്ലായിരുന്നു. ഇന്ന് അവർ ഇരുവരുടെയും വിവാഹവാർഷികമാണ്, 5ാം വിവാഹവാർഷികം. ഈ 5 വർഷത്തിനിടക്കും ജീവിതത്തിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ സ്നേഹത്തിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ലായിരുന്നു. ഒരിക്കൽ വിവാഹത്തിന് തന്നെ വെറുത്ത ഐഷനോട് ഇപ്പം ചോദിക്കുകയാണെങ്കിൽ അവൾ പറയും അവളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് തന്നെയാണ് അഷി എന്നുള്ളത്. പടച്ചോൻ ഊക്ക് കൊടുത്ത ഗിഫ്റ്റാണ് അഷി എന്ന് അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇന്ന് അഷി അവളുടെ ഭർത്താവ് മാത്രമല്ല, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളുടെ സോൾമേറ്റാണ്. അവളെ കൂടെ എന്തിനും ഏതിനും അഷി ഉണ്ടാവാറുണ്ട്. ഐഷു, അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. അടിപൊളിയില്ലേ? അതൊക്കെ അടിപൊളി തന്നെയാണ്. അഷിക്ക, നമുക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ ഫസ്റ്റ് അടി ഉണ്ടാക്കി എന്തിനാന്നുള്ളത്? പിന്നെ മറക്കോ? അത് ബ്രസീലിനും അർജന്റീനക്കും വേണ്ടിയിട്ടല്ലേ? പാത്തു, അഷിക്ക പറയണേ നെയ്മർ കൊള്ളൂലാന്ന്. അതാണോ കാര്യം? അതിനെ പടി ഉണ്ടാക്കിയത്. എടി അടിയൊന്നും കുറച്ച് നെയ്യധികം ഇട്ടാൽ മതി. പിന്നെ അരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് കയമ തന്നെ വേണം, എന്നാലും നന്നാവുള്ളൂ. എന്തിന് നെയ്ച്ചോറിന്? എടി നെയ്ച്ചോറിലടി നെയ്മറോ? അതാര്? ബെസ്റ്റ്. അതാ ജംഗ്ഷനിൽ കട നടത്തുന്ന ആള്. അയാളെ പേര് അതേണ്ടല്ലേ? അത് പറയും. ഇന്നലെ ഓൻ്റെ കൈമെന്ന് ഞാൻ ചീന തക്കാളി വാങ്ങിയത്. ഇന്ന് തന്നെ പൂജ ചോദിക്കണം. അവൻ്റെ പേരെന്നെ പറഞ്ഞ ഓൻ്റെ പാത്തു. അന്നെ സഹിക്കുന്നതിനാ ഷെഫിക്കാരെ സമ്മതിക്കണം. അയ്യടി മോളെ, ആരാ സഹിക്കുന്നത്? ഞാൻ അങ്ങേരാ സഹിക്കുന്നത്. അന്ന് ഞാൻ ആ ബീച്ചിലേക്ക് വന്നത് എല്ലാവർക്കും പ്രശ്നമായിരുന്നു, വരുന്നില്ലേ? അത് പറഞ്ഞപ്പോഴാണ് പറയാൻ മറന്നുപോയത്. നമ്മുടെ ഐശ്വര്യൻ്റെയും മാത്രമല്ല ഷെഫിൻ്റെയും പാത്തുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ പോയപ്പോഴായിരുന്നു ഷെഫിൻ്റെ ഫസ്റ്റത്തെ പ്ലാന് ചീറ്റിപ്പോയെങ്കിലും പിന്നീടത്തെ പ്ലാന് സക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരുടെ കല്യാണവും കഴിഞ്ഞു. മതി ഓർമ്മകളൊക്കെ അയവർത്തത്. വന്ന് കേക്ക് മുറിക്കുക, അതിൽ ഉറുമ്പൊക്കെ വരും. ഓൻ്റെ പാത്തു, എന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഐഷ, എനിക്കൊരു സിഗ്നൽ എനിക്ക് തരായിരുന്നു ഇതൊരു അരപ്പിരിയാന്നുള്ളത്. ഈ 5 വർഷം കൊണ്ട് ഐഷ പഠിച്ചൊരു പാഠം തന്നെ ആയിരുന്നു. വിവാഹം കഴിക്കുന്നതിലല്ല കുഴപ്പം, അതാരെ കഴിക്കുന്നു എന്നതിലാണ് കുഴപ്പം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൈഫ് പാർട്ട്ണർ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സ്വർഗം തന്നെ ആയിരിക്കും.